നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് എല്ലാവരും നല്ല പ്രോഫിറ്റിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നേരം ഒരു കൺസോൾട്ടേഷനിൽ നിന്നൊരു പെട്ടെന്നൊരു ഡൗൺ മൂവിങ്ങിലൂടെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവും. എന്തായാലും ഞങ്ങൾ ടെലഗ്രാം ചാനലിലുള്ളവർക്ക് നല്ല പ്രോഫിറ്റാണ്. ബാങ്കിങ്, ഹെൽത്ത് കെയർ, FMCG ഈ ഓഹരികളിലെ ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ, അതോടൊപ്പം തന്നെ മധ്യേഷ്യയിലെ യുദ്ധസമാനമായ, അതായത് ഇപ്പോൾ പൊട്ടില്ല എന്ന് പറയുന്ന ഒരു ഭീതി, ഈ ആശങ്കകൾക്കിടയിൽ നമ്മുടെ മാർക്കറ്റ് ഇന്നും വളരെയധികം നഷ്ടത്തിലാണ്. തുടർച്ചയായ 4ാം ദിവസവും ഇന്ന് സെൻസെക്സും നിഫ്റ്റിയും മൈനസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിൽ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഉടനെയൊന്നും അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കില്ല എന്ന് വിദഗ്ധർ വിലയിരുത്തിയിരിക്കുകയാണ്. ആ വിലയിരുത്തലും വല്ലാതെ ഷെയറുകളെ ബാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ സർക്കാരിൻ്റെ ട്രഷറി ബോണ്ട് yield 4.5% എന്ന ഉയർന്ന നിരക്കാണ് ഈ 4.5%. ആ നിരക്കിൽ തുടരുന്നതും ഷെയറുകളിൽ വല്ലാത്ത ഒരു സമ്മർദ്ദമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് 73,000 കടന്ന് ഒരു പോസിറ്റീവോടെയായിരുന്നു തുടങ്ങിയത്. ഒരു സമയത്ത് 73,473 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും പിന്നീട് ഒരു മലക്കമറിച്ചിലായിരുന്നു. ട്രേഡിങ്ങിൻ്റെ അവസാന സമയത്ത് 454 പോയിൻ്റാണ് സെൻസെക്സ് താഴ്ന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയും ഏകദേശം 22,320 ടു 21,960 ഈ ഒരു റേഞ്ച് ബോണ്ടിൽ ഒരുപാട് നേരം ട്രേഡേഴ്സിനെ കളിപ്പിച്ച് അവസാനം താഴത്തേക്കൊരു വരവായിരുന്നു. 152 പോയിൻ്റാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റി ലോസ് ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളവും സമാനമായ, പക്ഷേ ബാങ്ക് നിഫ്റ്റി തുടക്കം മുതൽ തന്നെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് നിഫ്റ്റി വന്നപ്പോൾ സ്വാഭാവികമായും ബാങ്ക് നിഫ്റ്റിയും അതിൻ്റെ ദൗത്യം നിറവേറ്റും പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നു. ഏകദേശമല്ല 415 പോയിൻ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് ഏൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഡിസ്ക്രിപ്ഷൻ ലിങ്കുണ്ട്. ഒപ്പം കൂടാം. ഇക്വിറ്റി, ഇൻട്രാഡേ, അതേപോലെ തന്നെ സ്വിംഗ് ട്രേഡ്, സ്റ്റോക്ക് ഓപ്ഷൻ, അതേപോലെ ഇൻഡെക്സ് ഓപ്ഷൻ, ഓൺലി ബയ്യിങ് എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ സിഗ്നൽസും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വരാം. അവിടെ നിന്നും നിങ്ങൾക്ക് സംശയമുള്ളത് ഏത് നിമിഷവും ഞങ്ങളോട് ഡിസ്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര തുടങ്ങാം. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും നാളത്തെ ലെവലുകൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബാങ്ക് നിഫ്റ്റി സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് 47,131 ഫസ്റ്റ് സപ്പോർട്ടായിട്ട് നാളെ 46,990 ആക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെയും മാർക്കറ്റ് താഴേക്ക് തന്നെ വരാനാണ് സാധ്യത കാണുന്നത്. സെക്കൻഡ് സപ്പോർട്ട് 46,795 ആയിരിക്കും. തേർഡ് സപ്പോർട്ട് 46,670 ആയിരിക്കും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 47,180 ഫസ്റ്റ് റെസിസ്റ്റൻസും 47,440 സെക്കൻഡും 47,720 തേർഡ് റെസിസ്റ്റൻസുമായി ആക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക 21,980 ആയിരിക്കും. സെക്കൻഡ് സപ്പോർട്ട് 21,920. തേർഡ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 21,880 എന്നിങ്ങനെയായിരിക്കും നിഫ്റ്റിയുടെ സപ്പോർട്ട്. ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക 22,080 ആയിരിക്കും. സെക്കൻഡ് റെസിസ്റ്റൻസ് 22,180 ആയിരിക്കും. ഇതാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ്. ഇനി നമുക്ക് നാളേക്കുള്ള 2 ഇൻട്രാഡേ സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് PVR INOX ആണ്. PVR INOX 1442 നമുക്കൊരു ബൈ എൻട്രി പോകാം. 1432 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1452, 1460 എന്നിങ്ങനെ ടാർഗറ്റുകൾ വെക്കാവുന്നതാണ്. അതിന് മേലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. രണ്ടാമത്തേത് JSW എനർജിയാണ്. JSW എനർജി ഒരു ബൈയിങ് മോഡ് തന്നെയാണ്. 634 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 630 സ്റ്റോപ്പ് ലോസ് വെക്കണം.
638, 642 എന്നിങ്ങനെ നമുക്ക് ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. അതിനുമേൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ രൂപത്തിൽ സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോയും ഞങ്ങൾ പറയുന്നതും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസ് ഓൺലി. ഓക്കെ, ബൈ.